നിയമസഭയും ലോക്സഭയും അസാധാരണ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമായിരുന്നു ഇന്ന്. നിയമസഭയെ സ്വർണ്ണക്കൊള്ളയും ലോക്സഭയെ മുൻ കരസേനാ മേധാവി എം നരവനെയുടെ പുസ്തകത്തിലെ ചൈനീസ് അതിർത്തി പരാമർശവുമാണ് പ്രക്ഷുബ്ധമാക്കിയത്. ഭരണത്തിലുള്ളവരുടെ നടപടികൾ തെറ്റെങ്കിൽ അത് സഭയിൽ ചോദ്യം ചെയ്യണം എന്നതിൽ തർക്കമില്ല. എന്നാൽ ബഹളത്തിനു വേണ്ടി ബഹളം എന്ന നിലയിലാകരുത് കാര്യങ്ങൾ. കാണാം ന്യൂസ് ഡെസ്കിൽ നിന്ന് ജുബൈർ കക്കോടി തയ്യാറാക്കിയ റിപ്പോർട്ട്. തടസ്സപ്പെടുന്ന സഭകൾ, പാഴാകുന്ന കോടികൾ. ബഹളങ്ങൾ നിയമനിർമ്മാണ സഭകൾക്ക് പുതുമയല്ല. എക്കാലവും പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങളിൽ പ്രധാനമാണ് ഭരണപക്ഷത്തിന്റെ പല നിലപാടുകളെയും ചോദ്യം ചെയ്യുക എന്നത്. മുൻ കരസേനാ മേധാവി എം നരവനെയുടെ പുസ്തകത്തിലെ ചൈനീസ് അതിർത്തിയിലെ സംഭവത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ലോക്സഭയിൽ വീണ്ടും പ്രതിപക്ഷ ബഹളത്തിന് ഇടയാക്കിയത്. ബഹളം കലാശിച്ചത് 8 MPമാരുടെ സസ്പെൻഷനിൽ. നടപടിക്ക് വിധേയരായവരിൽ ഹൈബിയിഡനും ഡീൻ കുര്യാക്കോസുമുണ്ട്. സഭാ കാലയളവ് കഴിയും വരെയാണ് നടപടി. ശ്രീ മണികം ടാഗോർ, ശ്രീ അമരിന്ദർ സിംഗ് രാജ വരിങ്, ശ്രീ ഗുർജിത് സിംഗ് ഓലിയ, Sri Hebi Eden Prashant Padole, Sri Dean Kuryakos, S. Venkatesh and Kiran Reddy in utter disregard to the House and the authority of the chair through reaching to the table of Secretary General and other officers in the well of the House and throwing papers on the chair and having been named by the chair, resolved that the above mentioned members may be suspended from the services of the House for the remainder of the session under Rule 3742. ജനകീയ വിഷയങ്ങൾ പ്രതിഫലിക്കേണ്ട ഇടമാണ് പാർലമെന്റ് എന്നതിൽ തർക്കമില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ആ കടമ നിറവേറ്റട്ടെ. എന്നാൽ പാർലമെന്റ് തടസ്സപ്പെടുമ്പോഴുള്ള ഖജനാവ് നഷ്ടവും കണക്കിലെടുക്കണം. പാർലമെന്റ് ചേരുമ്പോൾ ഓരോ മിനിറ്റിനും ചെലവ് 2.5 ലക്ഷം രൂപയാണ്. ഇത് 2012 അന്നത്തെ പാർലമെന്ററി കാര്യമന്ത്രി പവൻ ബൻസിൽ അറിയിച്ചതാണ്. ഇപ്പോൾ ഇതിന്റെ എത്ര മടങ്ങാകും ചെലവ് എന്നൂഹിക്കാവുന്നതേയുള്ളൂ. ബഹളം മൂലം സഭ തടസ്സപ്പെടുമ്പോൾ ഖജനാവിന് നഷ്ടം കോടികളാണ്. പാർലമെന്റിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കേരള നിയമസഭയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു സംസ്ഥാന നിയമസഭയെ പ്രക്ഷുബ്ധമാക്കിയത്. അൻവർ സാദത്ത് MLA സ്പീക്കറുടെ വേദിയിലേക്ക് ചാടിക്കയറാനും ശ്രമിച്ചു. പ്രതിപക്ഷ നിലപാട് VD സതീശനും സർക്കാർ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളെ പ്രകോപിപ്പിച്ചത് വാച്ച് ആൻഡ് വാർഡാണ്. ജനാധിപത്യ രീതിയിൽ ഈ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കാത്ത ഏത് പ്രതിപക്ഷമാണ് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലുള്ളത്? എല്ലാ പ്രതിപക്ഷവും വെല്ലിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ട്. സർ, ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നാട്ടിൽ ചെലവാകാത്ത കാര്യം, കോടതിയുടെ മുന്നിൽ ചെലവാകാത്ത കാര്യം, കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. സഭാ നടപടികൾ തടസ്സപ്പെടുമ്പോൾ സംസ്ഥാന ഖജനാവിനും നഷ്ടമാകുന്നുണ്ട്. നിയമസഭ ഒരു ദിവസം ചേരാൻ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം 1.45 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെയാണ്. മിനിറ്റിന് ഏകദേശം 45,000 മുതൽ 50,000 രൂപ വരെയാകും. മണിക്കൂറിന് ഏകദേശം 25 മുതൽ 30 ലക്ഷം രൂപ വരെയാണ് കണക്കാക്കിയിട്ടുള്ളത്. ചെലവിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. 1. MLAമാരുടെയും മന്ത്രിമാരുടെയും സിറ്റിംഗ് അലവൻസ്, യാത്രാഭത്ത, മന്ത്രിമാരുടെ പ്രത്യേക അലവൻസ്. 2. നിയമസഭാ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ചെലവ്, അതായത് സ്ഥിരം ജീവനക്കാരുടെ ശമ്പളവും സമ്മേളന ദിവസങ്ങളിലെ ഓവർ ടൈമും. 3. അച്ചടിയും രേഖകളും. 4. മറ്റ് ചെലവുകൾ. ഇതിൽ സഭാ TVയുടെ ലൈവ് ടെലികാസ്റ്റ്, നിയമസഭാ സംവിധാനം, ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ്, വൈദ്യുതി ചാർജ്, ജലവിതരണം, സുരക്ഷ, വാഹനങ്ങൾ, ഇന്ധനം, ട്രാഫിക്, പ്രോട്ടോക്കോളും സന്ദർശകരും, ഗവർണർമാരുടെയും വിശിഷ്ടാതിഥികളുടെയും പ്രോട്ടോക്കോൾ ക്രമീകരണം, സന്ദർശക പാസ് പരിപാലനം, ഓഫീസുകൾ, ഗ്യാലറികൾ, ശുചിത്വ തൊഴിലാളികൾ, മാലിന്യ നീക്കം, സ്റ്റേഷനറി, ഫയൽ മൂവ്മെന്റ്, അടിയന്തര ക്രമീകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ജനാധിപത്യ അവകാശം LOPക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല സ്പീക്കർക്കുണ്ട്. അത് ഫെയർ ആണോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട്
സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അത് ബഹുമാനപ്പെട്ട LOP പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല, സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. പ്യൂർലി അൺഫെയർ ആണ്. ശബരിമല വിഷയത്തിൽ സഭ സ്തംഭിച്ചപ്പോൾ നിയമസഭയുടെ ഒരു ദിവസത്തെ പ്രവർത്തനത്തിനായി ഏകദേശം 1.5 കോടി രൂപ ചെലവുണ്ടെന്ന് സ്പീക്കറായിരിക്കെ പി. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തായിരിക്കെ സഭ സാക്ഷ്യം വഹിച്ച സംഘർഷങ്ങൾ പൊതുജനം മറന്നിട്ടില്ല. പൊതുജനം കഴുതയല്ല സാർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് ജുബൈർ കക്കോടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തുന്നത്. വനജ PR പറയുന്നു, എപ്പോഴും ബഹളമായാൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? കോടികളുടെ നഷ്ടം ആര് നികത്തും എന്ന് ചോദിക്കുന്നുണ്ട്. ബാബു ജോസഫ് ചോദിക്കുന്നുണ്ട്, ജനകീയ വിഷയങ്ങൾ പിന്നെ എവിടെ പ്രകടിപ്പിക്കും എന്ന കാര്യം. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.